ഇരിക്കുകയാണ്. വന്ന് പറയുന്ന ഓരോ പക്ഷേ പറഞ്ഞാൽ തീരെ കേൾക്കുന്നില്ല, നിങ്ങൾ നോക്കിക്കോളെ, നിങ്ങൾ വേണ്ട പോലെ അടിച്ചോളെ, നിങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരുന്നത്. ഇതെല്ലാം നമ്മുടെ മറുപടി അല്ലെ. ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അതുപോലെ തന്നെ അധ്യാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ പാരന്റിങ്ങിൽ രക്ഷിതാക്കൾ നന്നായിട്ട് മക്കളെ പരിപാലിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ നല്ലൊരു സമൂഹത്തിലേക്ക് സ്കൂൾ എന്ന് പറയുന്ന ആദ്യത്തെ പൊതുവിദ്യാലയത്തിലേക്ക് വിടുന്ന വീടുന്ന എല്ലാ നല്ല ഗുണങ്ങളും പഠിപ്പിച്ച് മാത്രമേ പുറത്തേക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കി പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ ചില സമയത്തിന്റെ ഈ 7 വരെയുള്ള സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ ഇഷ്ടപ്പെടാതെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ രക്ഷിതാക്കൾ അവരുടെ ലോഡ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം എന്താണ്, നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണം. കാരണം നമ്മളാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവരെ ശീലിപ്പിക്കുന്നത് നമ്മളാണ്. ഇതൊന്നും ചെയ്യാതെ അവൻ ചെറിയ കുട്ടിയാണ്, അവനെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട. എവിടെ നിന്ന് തുടങ്ങും, അച്ഛൻ തുടങ്ങും, അച്ഛമ്മ തുടങ്ങും, അച്ഛൻ പറയും, അമ്മ പറയും. ഇതൊന്നല്ല നല്ല സംഭവം. ആണും പെണ്ണും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലേ ജീവിതം മുന്നോട്ട് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിക്കുന്നത് അല്ലെ. വേർതിരിവുകൾ വലിയ പ്രശ്നമാണ്. ആൺകുട്ടികളെക്കാളും എപ്പോഴും ഉയരത്തിലാണ് പെൺകുട്ടികൾ. ഒരു കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. വളരെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടോ ഒക്കെ നമ്മൾ കല്യാണം കഴിച്ചോളൂ. എത്ര ദിവസം സ്വതന്ത്രമായിട്ട് സ്നേഹത്തോടെ നമ്മൾ കല്യാണം കഴിച്ചെടുക്കുന്ന കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പാദപ്പിഴവുകൾ എവിടുന്നായിരിക്കും തുടങ്ങുന്നത്? അപ്പൊ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും സംസാരിക്കാതെ അവരോട് നല്ല രീതിയിൽ മാത്രം പെരുമാറി അവരെ അറിയേണ്ട കാര്യങ്ങളെ അവരെ അറിയിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഓരോ രക്ഷിതാക്കളും. അമിതമായ സ്വാതന്ത്ര്യങ്ങൾ കൊണ്ട് ഇപ്പൊ നമുക്ക് പേടിയാ, കുട്ടി പറഞ്ഞത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും അതിന്റെ അനന്തര ഫലം ആലോചിച്ചുകൊണ്ട് പേടിയാണ്. അപ്പൊ ഈ വലിയ വേളയിൽ കൂടുതൽ പറയുന്നില്ല, ഇത് ഒറ്റ പറഞ്ഞപ്പെട്ടു. കൃത്യമായി രക്ഷിതാവിന്റെ റോള് ചെയ്യും, അധ്യാപകർ കൃത്യമായി അധ്യാപകന്റെ റോള് ചെയ്യും. അങ്ങനെ നമ്മൾ മാറിയല്ലോ അല്ലെ. തുടർച്ചയായിട്ടുള്ള കൊല്ലം വരെ നാട്ടിൽ നടക്കുന്ന സമയത്ത് കോടതി ഉത്തരവുകൾ വരെ പറഞ്ഞു. ഒരു കാലത്ത് അധ്യാപകൻ വടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ കണ്ടെത്തിയ പ്രശ്നം അധ്യാപകന്റെ കയ്യിൽ നിന്ന് വടി എപ്പോ പുറത്തു പോയോ അപ്പോഴും ഇത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൽ അല്ലെങ്കിൽ ഡിലേമയിലാണ്, സംശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികൾ നമ്മുടെ സ്കൂളിന് തന്ന സപ്പോർട്ട് വളരെ എന്താ പറയുക സുന്ദരമായ സപ്പോർട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരെ പിന്നെ ഞാൻ ഈ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരെ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായി അവരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിനുള്ള സഹകരണം അവർ തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പിന്നെ എൻ്റെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്കൂളിന്റെ മൊത്തം കാര്യങ്ങൾ ഉണ്ടാവില്ല, അധ്യാപകരുടെ കാര്യങ്ങൾ ഇത് മുഴുവൻ കൊണ്ടേ എത്തിക്കുന്നത് AE ഓഫീസിലാണ്. AE ഓഫീസിൽ നമുക്ക് വളരെ എന്താ പറയുക നമ്മുടെ സ്കൂളിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്, മേന്മയുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പോസ്റ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ മറ്റ് ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. മറ്റുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പോസ്റ്റുകളൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വളരെ പ്രവർത്തന സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്ഥാനം ഫറൂഖ് സബ് ജില്ലയിൽ നമുക്കുണ്ട്. ഒക്കെ പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് നേരത്തെ ആരോ പറഞ്ഞു കണ്ണൊരുക്കി നിൽക്കും അങ്ങനെയൊക്കെ, പക്ഷെ ആ ഉരുട്ടി നിൽക്കുന്നത് മാത്രം തന്നെയുള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളിലുള്ളൂ. രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ മറ്റെല്ലാവരും ഒക്കെ ചിന്ത പറയുന്നത് ആ പറയുന്ന സമയത്ത് മാത്രം കഴിഞ്ഞാൽ ഇവിടെ സ്വന്തം എക്സാണ് ഇവിടെ കയ്യിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ആർക്കും ഒരു വിഷമം. പിന്നെ എനിക്കിപ്പോ ഒരു ചെറിയ പ്രയാസമുള്ളത് ആദ്യകാലത്തൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മടി നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഇംഗ്ലീഷിന്റെ പോരായ്മ എന്നിൽ ഒരുപാട് ചിന്തകളുണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ മക്കൾക്ക് ആ പോരായ്മ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ശക്തമായ തോന്നൽ. അതുകൊണ്ട് സ്പെല്ലിംഗ് ആയാലും ഗ്രാമർ ആയാലും ഓരോ ഞാൻ പഠിപ്പിച്ച് ഒരു ക്ലാസ്സിൽ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഓടിച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്താ തന്ത്രവും ഞാൻ ചെയ്യും, ഏത് കാര്യത്തിലും ഞാൻ സ്വീകരിക്കും. ഉപദ്രവിക്കുന്ന തരത്തിലല്ല, പല ടെക്നിക്കുകളും ഞാൻ ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ ഒക്കെ ഗുണം. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്കുള്ള ഒരു ചിലപ്പോഴെങ്കിലും നമ്മളെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വഴക്ക് പറഞ്ഞ കുട്ടിയുടെ മനസ്സിനെ ഏത് തരത്തിലാണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നത്. ചില ആൾക്കാർ തുറന്ന് പറയാണ് ഇയാളൊരു ചീത്ത അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് മടുത്തു എന്നുള്ള തരത്തില് ഏതെങ്കിലും കുട്ടി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ. സമയത്ത് നമ്മള് ജിമ്പത്താരിനോട് എടുത്തിട്ടോ വിരുന്നാരാണ് നമ്മളെ നേരം. അപ്പം ഇനി ഒരുപാട് എല്ലാ എന്താണ് നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ ഞാൻ സ്വതന്ത്രമായ എൻ്റെ
എനിക്കൊരു അതോറിറ്റി ഇല്ല. ഞങ്ങളെ ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ മാനേജർ ഇല്ല, പിന്നെ AE ഓഫീസ് ഇല്ല, AE ഒന്നുമില്ല. സ്വതന്ത്രമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഒരുപാട് ഫ്യൂച്ചർ ക്ലാസ്സസ് മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ട്, വലിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ട്, അതിന് ഇഷ്ടമുണ്ട്. അത് ഇത്രയും കാലം പണ്ട് ഞാൻ സ്കൂളിൽ വരുന്നതിന് പിന്നെ കുറേ ട്യൂഷൻ ഉണ്ടായിരുന്നു, വലിയ കുട്ടികളുണ്ടായിരുന്നു, അതൊക്കെ അവിടെ അടക്കി വെച്ചിരിക്കാം ഈ കുട്ടികളും ഈ ചെറിയ മക്കളായിട്ട്. അപ്പൊ ഇത് അവസാനമായ സമയത്ത് ഞാൻ പലതരം ശ്രമങ്ങൾ ഞാൻ നടത്തുന്നു. എനിക്ക് എന്റെ കയ്യിലുള്ള അറിവ് ഒന്ന് പകർന്നു കൊടുക്കാനുള്ള ഒരു പല ഇതും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യും. അതിനുള്ള ഒരു ആരോഗ്യവും ആയുസൊക്കെ എനിക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എനിക്ക്. കാരണം ഇത് വേറെയാണല്ലേ, നാളെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മാത്രമേ അവനെ മോശ എണീറ്റിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അതും വേണമെങ്കിൽ സംഭവിക്കാൻ എന്താ നമുക്ക് സംശയം ഉണ്ടോ? എത്ര എത്ര അകാല മരണങ്ങളാണ് ഇവിടെ മുന്നിൽ നടത്തുന്നത്. രാത്രി കിടന്നു പറഞ്ഞാൽ രാവിലെ നിൽക്കില്ല എന്ന് പറയുന്നത് എത്ര എത്ര സംഭവങ്ങളാണത്. ഭക്ഷണ രീതി, വ്യായാമില്ലായ്മ, അതൊക്കെ ഇതിന് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എത്രത്തോളം കിട്ടും അത്രയും കാലം നന്നായിട്ട് പോകട്ടെ.